ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ജനപ്രിയ മെസ്സേജിംഗ് ആപ്പാണ് വാട്സപ്പ്, ടെലിഗ്രാം, സിഗ്നൽ, സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ് ഒക്കെ. ഫോണിൽ സിം കാർഡ് ഇല്ലെങ്കിലും നമ്പർ ആക്റ്റീവ് ആണെങ്കിലും ഒക്കെ നമ്മളിൽ പലരും മെസ്സേജിംഗ് ആപ്പ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇനി അത് നടക്കില്ല. എന്താണെന്നല്ലേ പറയാം. ഫോണിലെ സിം കാർഡ് ഊരി മാറ്റിയാൽ ഇനി വാട്സപ്പും ടെലിഗ്രാമും പോലെയുള്ള മെസ്സേജിംഗ് ആപ്പുകൾ പ്രവർത്തിക്കില്ല. ഫെബ്രുവരി 28-നകം ഇത് നടപ്പാക്കണമെന്ന് കേന്ദ്ര ടെലികോം വകുപ്പ് കമ്പനികളോട് ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ വാട്സപ്പ് പോലെയുള്ള ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സിം വെരിഫിക്കേഷൻ ആവശ്യമാണെങ്കിലും തുടർന്ന് ഉപയോഗിക്കാൻ അതേ സിം ആവശ്യമില്ല. ഇത് തട്ടിപ്പുകൾക്കും കുറ്റകൃത്യങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സിം ഉപേക്ഷിച്ച ശേഷം വൈഫൈയിൽ ക്രിമിനലുകൾ ആപ്പ് പ്രവർത്തിപ്പിക്കുന്നു. സിം ഇല്ലാത്തതിനാൽ ഇങ്ങനെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുക എളുപ്പവുമല്ല. സിം ആക്ടിവേറ്റ് ചെയ്യുകയോ മാറ്റിയിടുകയോ ചെയ്ത ശേഷവും വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയും. വിദേശത്തു നിന്നടക്കം ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് സിം കാർഡ് ഇല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സാങ്കേതിക സംവിധാനം മാറ്റണമെന്നാണ് നിർദ്ദേശം. സിം ഫോണിൽ നിന്ന് മാറ്റിയാൽ ആപ്പ് പ്രവർത്തനം നിലയ്ക്കണം. UPI ബാങ്ക് ആപ്പുകൾ ഈ രീതിയിലുള്ളവയാണ്. ഉദാഹരണത്തിന്, ഫോണിൽ രജിസ്ട്രേഡ് സിം ഇല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ഇടപാട് നടത്താനാകില്ല. വാട്സപ്പ്, ടെലിഗ്രാം എന്നിവയ്ക്ക് പുറമെ അറട്ടെ, സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, ജിയോ ചാറ്റ് എന്നീ പ്ലാറ്റ്ഫോമുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിം ബൈൻഡിംഗ് സംവിധാനം വേണമെന്നത് സ്വകാര്യ ടെലികോം കമ്പനികളുടെ കൂട്ടായ്മയായ സെല്ലുലർ ഓപ്പറേഷൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു. മെസ്സേജിംഗ് ആപ്പുകളുടെ വെബ് വേർഷനുകൾക്കും കർശന നിയന്ത്രണം ഉണ്ടാകും. വെബ് വേർഷനുകൾ 6 മണിക്കൂറിൽ ഒരിക്കൽ സ്വമേധയാ ലോഗൌട്ട് ആകും. പുതിയ സിം ബെൻഡിംഗ് നിയമം അനുസരിച്ച് സിം സജീവമല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്നത് അസാധ്യമായ ബാങ്കിംഗ് UPI ആപ്പുകളുടെ അതേ നടപടിക്രമങ്ങൾ ഈ ആപ്പുകൾക്കും ബാധകമാകും. എല്ലായ്പ്പോഴും സജീവവും പരിശോധിച്ചുറപ്പിച്ചതുമായ ഒരു സിം ആവശ്യമായി വരുന്നതിനാൽ കുറ്റകൃത്യങ്ങൾക്ക് ദൂരെ നിന്ന് വ്യാജ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പറയുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ കണക്കനുസരിച്ച് നിലവിൽ മിക്ക മെസ്സേജിംഗ് ആപ്പുകളും ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രമേ മൊബൈൽ നമ്പർ സ്വീകരിക്കുകയുള്ളൂ. അതിനുശേഷം സിം നീക്കം ചെയ്യുകയോ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്താലും ആപ്പ് പ്രവർത്തിക്കുന്നത് തുടരും.